ഓക്കെ, സോ നമ്മൾ അടുത്ത മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് എൻവയോൺമെന്റൽ കെമിസ്ട്രി. ഈ മൊഡ്യൂളിൽ നമുക്ക് വാട്ടർ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കാനുണ്ട്, അതുപോലെ വേസ്റ്റ് മാനേജ്മെന്റിനെ കുറിച്ചും പഠിക്കാനുണ്ട്. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വാട്ടർ ക്യാരക്ടറിസ്റ്റിക്സിൽ നിന്നാണ്. സിലബസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് എന്ന് നോക്കാം. വാട്ടറിന്റെ ഹാർഡ്നെസ്, അതുപോലെ ടൈപ്സ് ഓഫ് ഹാർഡ്നെസ്, ടെമ്പററി, പെർമനന്റ്. ഇനി ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഹാർഡ് വാട്ടർ ആൻഡ് ഡിഗ്രി ഓഫ് ഹാർഡ്നെസ്. പിന്നെ വാട്ടർ സോഫ്റ്റനിങ് മെത്തേഡ്സ്, അതിൽ അയോൺ എക്സ്ചേഞ്ച് പ്രോസസ് ആണ് പഠിക്കാനുള്ളത്. പിന്നെ റിവേഴ്സ് ഓസ്മോസിസ്, അതുപോലെ വാട്ടർ ഡിസിൻഫെക്ഷൻ മെത്തേഡ്സ്, ക്ലോറിനേഷനും ബ്രേക്ക് പോയിന്റ് ക്ലോറിനേഷനും പഠിക്കാനുണ്ട്. DO, BOD, COD ഇതിൻ്റെയൊക്കെ ഡെഫിനിഷൻസും സിഗ്നിഫിക്കൻസും. ഇത്രയും കാര്യങ്ങളാണ് ഈ മൊഡ്യൂളിന്റെ ആദ്യ ഭാഗത്തിൽ നമുക്ക് നോക്കാനുള്ളത്. ഈ ഏരിയയിൽ നിന്ന് മുൻപ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിലൂടെ നമുക്കൊന്ന് കടന്നു പോവാം, എന്നിട്ട് പോർഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഹാർഡ് വാട്ടർ? വാട്ട് ആർ ദ ഡിഫറെന്റ് യൂണിറ്റ്സ് ഇൻ വിച്ച് ഹാർഡ്നെസ് ഇസ് എക്സ്പ്രസ്ഡ്? ഹാർഡ് വാട്ടർ എന്താണ്, അതുപോലെ ഹാർഡ്നെസ് എക്സ്പ്രസ് ചെയ്യാനുള്ള യൂണിറ്റ്സ് ഏതൊക്കെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് EDTA മെത്തേഡ് ഫോർ ദ എസ്റ്റിമേഷൻ ഓഫ് ഹാർഡ്നെസ്. ഹാർഡ്നെസ് തന്നെ എസ്റ്റിമേറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡിനെ കുറിച്ചാണ് അടുത്ത ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ആർ അയോൺ എക്സ്ചേഞ്ച് റെസിൻസ് യൂസ്ഫുൾ ഇൻ റിമൂവിംഗ് ഹാർഡ്നെസ്? ഓക്കെ, അയോൺ എക്സ്ചേഞ്ച് മെത്തേഡ് ഓഫ് റിമൂവിംഗ് ഹാർഡ്നെസ്സിനെ പറ്റിയാണ് ക്വസ്റ്റ്യൻ. അടുത്തത്, എക്സ്പ്ലെയിൻ റിവേഴ്സ് ഓസ്മോസിസ് പ്രോസസ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ പ്രൊസീജിയർ ഫോർ ദ ഡിറ്റർമിനേഷൻ ഓഫ് DO ഇൻ വാട്ടർ. വാട്ടറിലെ ഡിസോൾവ്ഡ് ഓക്സിജൻ എമൗണ്ട് കണ്ടുപിടിക്കുന്നതിനുള്ള പ്രൊസീജിയർ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ വിത്ത് ഫ്ലോ ചാർട്ട് ഹൗ വാട്ടർ ഇസ് പ്യൂരിഫൈഡ് ഫോർ ഡ്രിങ്കിംഗ് പർപ്പസ്. ഓക്കെ, അടുത്തത്, എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് ക്ലോറിനേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ബഫർ ഇസ് യൂസ്ഡ് ഇൻ EDTA മെത്തേഡ്? വാട്ട് ഇസ് ഇറ്റ്സ് റോൾ ഇൻ ടൈട്രേഷൻ? EDTA മെത്തേഡിനെ പറ്റി ഓൾറെഡി ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഇവിടെയും സിമിലർ വൺ ആണ്. വിച്ച് ബഫർ ഇസ് യൂസ്ഡ് ഇൻ EDTA മെത്തേഡ് ആൻഡ് ആ ബഫറിന്റെ റോൾ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ BOD ആൻഡ് COD. ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, ഇത് രണ്ടുമാണ് ക്വസ്റ്റ്യൻ. ഇനി ഫൈനൽ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ബ്രേക്ക് പോയിന്റ് ക്ലോറിനേഷൻ. ഓക്കെ, സോ ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന് ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് സിലബസിലെ ഓരോ പോർഷൻസിലേക്ക് പോവാം. ഫസ്റ്റ് ടോപ്പിക്, ഹാർഡ്നെസ് ഓഫ് വാട്ടർ. എന്താണ് വാട്ടറിന്റെ ഹാർഡ്നെസ്? വാട്ടറിലെ മിനറൽ കണ്ടന്റ് ഒരുപാട് കൂടിയിരിക്കുന്ന ഒരവസ്ഥയാണ് ഹാർഡ്നെസ്. ബേസ്ഡ് ഓൺ ഹാർഡ്നെസ് നമുക്ക് വാട്ടറിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ഹാർഡ് വാട്ടർ ആൻഡ് സോഫ്റ്റ് വാട്ടർ. ഒത്തിരി മിനറൽസ് ഡിസോൾവ് ചെയ്തിരിക്കുന്ന വാട്ടറാണ് ഹാർഡ് വാട്ടർ. സോ എന്താണ് ഹാർഡ് വാട്ടർ? Water with high amount of dissolved minerals is called hard water. Hard water is the water with high amount of dissolved minerals. ഏതൊക്കെയാണ് മിനറൽസ്? പ്രധാനമായിട്ടും കാൽഷ്യം, മഗ്നീഷ്യം എന്നീ മിനറൽസ് ആണ് ഹാർഡ് വാട്ടറിൽ അടങ്ങിയിട്ടുണ്ടാവുന്നത്. ഹാർഡ് വാട്ടറിന്റെ ഒരു പ്രധാന പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന് സോപ്പില് ലാതർ ഫോം ചെയ്യാൻ കഴിയില്ല. ഓക്കെ, ഹാർഡ് വാട്ടർ cannot form lather with soap. ഹാർഡ് വാട്ടർ പതയില്ല. അങ്ങനെയാണെങ്കിൽ എന്താണ് സോഫ്റ്റ് വാട്ടർ? സോഫ്റ്റ് വാട്ടർ is the water which can easily form lather with soap. ഓക്കെ, നമ്മൾ ഹാർഡ്നെസ് എന്താണെന്ന് പറഞ്ഞു. The quantity of dissolved minerals is high. അതാണ് ഹാർഡ്നെസ്. അങ്ങനെയാണെങ്കിൽ ഹാർഡ്നെസിന്റെ ബേസിൽ വാട്ടറിനെ രണ്ടായിട്ട് പറയാം, ഹാർഡ് വാട്ടർ ആൻഡ് സോഫ്റ്റ് വാട്ടർ. എന്താണ് ഹാർഡ് വാട്ടർ? വാട്ടർ വിത്ത് ഹൈ എമൗണ്ട് ഓഫ് ഡിസോൾവ്ഡ് മിനറൽസ്. ഏതൊക്കെയാണ് പ്രധാനമായിട്ട് കാണുന്ന മിനറൽസ്? കാൽഷ്യം, മാഗ്നീഷ്യം. ഹാർഡ് വാട്ടർ കനോട്ട് ഫോം ലാതർ വിത്ത് സോപ്പ്. പിന്നെ സോഫ്റ്റ് വാട്ടർ എന്താണെന്ന് പറഞ്ഞു? സിമ്പിൾ ആണ്, വാട്ടർ വിച്ച് ക്യാൻ റെഡിലി ഫോം ലാതർ വിത്ത് സോപ്പ്. ഇനി എന്തുകൊണ്ടാണ് വാട്ടർ ഹാർഡായിട്ട് മാറുന്നത് എന്ന് പഠിക്കാം. ദ റീസൺ ബിഹൈൻഡ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ. നേരത്തെ പറഞ്ഞതുപോലെ ചില മിനറൽസിന്റെ പ്രസൻസ് ആണ് വാട്ടറിന്റെ ഹാർഡ്നെസ്സിന് കാരണം. ഇതിൽ പ്രധാനപ്പെട്ടത് കാൽഷ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും സോൾട്ട്സ് ആണ്. കാൽഷ്യവും മഗ്നീഷ്യവും കൂടാതെ മറ്റു ചില ഹെവി എലമെന്റ്സും ഹാർഡ്നെസ്സിന് കാരണമാവാറുണ്ട്. Then what is the reason behind hardness of water?
It is due to the presence of salts of calcium, magnesium, or other heavy metals that are dissolved in water. We know that water is a good solvent. അതുകൊണ്ട് തന്നെ വാട്ടറിൽ ഇത്തരത്തിലുള്ള സോൾട്ട്സ് ഈസിലി ഡിസോൾവ് ആവും. അതാണ് ഹാർഡ്നെസ്സിന് കാരണമാവുന്നത്. Water is a good solvent, so impurities easily get dissolved in it. വെള്ളം ഒഴുകി വരുന്ന വഴിയിൽ ചിലപ്പോൾ റോക്സ് ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ള റോക്സിലൊക്കെ കാൽഷ്യം, മഗ്നീഷ്യം, മിനറൽസും അങ്ങനെയൊക്കെ കൂടുതലായിട്ട് അടങ്ങിയിരിക്കും. അങ്ങനെയുള്ള സർഫസിലൂടെ വാട്ടർ ഒഴുകി വരുമ്പോൾ എന്ത് സംഭവിക്കുക? അതൊരു ഗുഡ് സോൾവെന്റ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഇംപ്യൂരിറ്റീസ് പെട്ടെന്ന് തന്നെ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്നു ആൻഡ് വാട്ടർ ഹാർഡ് വാട്ടർ ആയിട്ട് മാറുന്നു. When water flows through soil and rock, some minerals dissolve in water and then water becomes hard. The most common minerals that make water hard are calcium and magnesium. Mineral concentration കൂടുന്നതിനനുസരിച്ച് വാട്ടറിന്റെ ഹാർഡ്നെസ്സും കൂടിക്കൊണ്ടിരിക്കും. എന്താണ് പറഞ്ഞത്? The common minerals that make water are calcium and magnesium. When mineral concentration increases, hardness also increases. Okay അല്ലേ? ഇനി നമ്മൾ പറഞ്ഞു ഹാർഡ് വാട്ടർ പതയില്ല. അതായത് ഹാർഡ് വാട്ടർ കനോട്ട് ഫോം ലാദർ വെൻ ട്രീറ്റഡ് ഇൻ സോപ്പ്. Why it's like that? Why there is no lather formation in hard water? കാരണം സോപ്പ് എന്ന് പറഞ്ഞാൽ സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യം സോൾട്ട്സ് ആണ്. ഏത് ആസിഡിന്റെ സോൾട്ട് ആണ്? ലോങ് ചെയിൻ ഫാറ്റി ആസിഡിന്റെ സോൾട്ട്സ് ആണ് സോപ്പുകൾ. ഓക്കെ, എന്താണ് സോപ്പ്? സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യം സോൾട്ട്സ് ഓഫ് ലോങ് ചെയിൻ ഫാറ്റി ആസിഡ്. ഹാർഡ് വാട്ടറിൽ ഒരുപാട് മിനറൽസ് ഉണ്ട്. സോപ്പ് ഈ ഹാർഡ് വാട്ടറിലെ മിനറൽസുമായിട്ട് റിയാക്ട് ചെയ്യും. When soap is reacted with minerals in hard water, we get a white scum. അതായത് ഒരു പാട പോലെയുള്ള ഒരു സബ്സ്റ്റൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. എന്താണ് ഈ സബ്സ്റ്റൻസ്? അതിന് നമുക്ക് ഇവിടെ നടക്കുന്ന റിയാക്ഷൻ അറിയണം. This is the reaction. When 2RC double bond ONA, ഇതാണ് സോപ്പ്, സോഡിയം സോൾട്ട് ഓഫ് ലോങ് ചെയിൻ ഫാറ്റി ആസിഡ്. ഇതൊരു ഫാറ്റി ആസിഡിന്റെ പാർട്ടാണ്. ഓക്കെ, when it is treated with hard water, അതിൽ കാൽഷ്യം അല്ലെങ്കിൽ മഗ്നീഷ്യം സോൾട്ട്സ് ഉണ്ടായിരിക്കും. ഇവിടെ നമ്മൾ CaCl2 ആണ് പ്രസന്റ് ആയിട്ടുള്ളത് എന്നെടുത്തു. ദെൻ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുക? R2Ca പ്ലസ് 2NaCl. R2Ca പ്ലസ് 2NaCl. ഈ R2Ca ആണ് നമ്മൾ പറഞ്ഞ പാട പോലെയുള്ള സബ്സ്റ്റൻസ്, വൈറ്റ് സ്കം. It is nothing but the insoluble soap of calcium. Clear ആണോ? എന്താണ് R2Ca? R2Ca is called calcium soap. കാൽഷ്യം സോപ്പ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഇത് ഇൻസോല്യൂബിൾ ആണ്. And that's why we get a white scum. ഇനി കാൽഷ്യം സോൾട്ടിന് പകരം മഗ്നീഷ്യം സോൾട്ട് ആണ് പ്രസന്റ് ആയിരിക്കുന്നതെങ്കിലോ സിമിലർ റിയാക്ഷൻ നടക്കും. 2RCOONA സോപ്പ്, MgSO4 നമ്മുടെ ഹാർഡ് വാട്ടറിലുള്ള സോൾട്ട്, മഗ്നീഷ്യത്തിന്റെ സോൾട്ട് ആണ് ഇതിൽ ഡിസോൾവ് ആയിരിക്കുന്നത്. ആൻഡ് വി ഗെറ്റ് ദ പ്രോഡക്റ്റ് R2Mg and Na2SO4. R2Mg is the white scum and it is called insoluble magnesium soap. ഹാർഡ് വാട്ടർ സോപ്പുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന വൈറ്റ് സ്കം എന്താണ്? ഇൻസോല്യൂബിൾ സോപ്സ് ഓഫ് കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം. ഏത് മിനറലിന്റെ സോൾട്ട് ആണോ അടങ്ങിയിരിക്കുന്നത് അതിന്റെ ഇൻസോല്യൂബിൾ സോപ്പാണ് അവിടെ ഫോം ചെയ്യുന്നത്. ഒരു വൈറ്റ് സ്കം ആയിട്ട് ഫോം ചെയ്യും. എന്തുകൊണ്ടാണ് ഹാർഡ് വാട്ടർ പതയാത്തത് എന്നാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. ഒന്നുകൂടെ പറയാം. സോപ്പ് എന്താണ്? സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യം സോൾട്ട് ഓഫ് ലോങ് ചെയിൻ ഫാറ്റി ആസിഡ്. തൽക്കാലം നമ്മൾ സോഡിയം സ്റ്റിയറേറ്റ്, സ്റ്റിയറിക് ആസിഡിന്റെ സോഡിയം സോൾട്ട് ആണ് നമ്മൾ എടുത്തിരിക്കുന്ന സോപ്പ്. When it is treated with hard water,
what happens? ഹാർഡ് വാട്ടറിൽ കാൽഷ്യം അല്ലെങ്കിൽ മഗ്നീഷ്യം സോൾട്ട്സ് ഡിസോൾവ് ആയിട്ടുണ്ടാകും. അതുമായിട്ട് ഈ ഒരു സോഡിയം സ്റ്റിയറേറ്റ് റിയാക്ട് ചെയ്യും. ആൻഡ് വി ഗെറ്റ് ആൻ ഇൻസോല്യൂബിൾ വൈറ്റ് സ്കം. ഇറ്റ് ഇസ് നത്തിങ് ബട്ട് കാൽഷ്യം ഓർ മഗ്നീഷ്യം സ്റ്റിയറേറ്റ്. സോഡിയം സ്റ്റിയറേറ്റ് അഥവാ സോപ്പ് ഹാർഡ് വാട്ടറിലെ കാൽഷ്യം ഓർ മഗ്നീഷ്യം സോൾട്ട്സ്, ക്ലോറൈഡ്സ് ആവാം, കാർബണേറ്റ്സ് ആവാം, സൾഫൈഡ്സ് ആവാം, ഇതൊക്കെ റിയാക്ട് ചെയ്യുമ്പോൾ കാൽഷ്യം സ്റ്റിയറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ മഗ്നീഷ്യം സ്റ്റിയറേറ്റ് ആയിട്ട് മാറുന്നു. ആൻഡ് വി ഗെറ്റ് എ വൈറ്റ് സ്കം ഇൻസ്റ്റെഡ് ഓഫ് ലാദർ. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ടൈപ്സ് ഓഫ് ഹാർഡ്നെസ് ആണ് നോക്കാനുള്ളത്. ടൈപ്സ് ഓഫ് ഹാർഡ്നെസ്. വാട്ടറിലുള്ള സോൾട്ട്സ് ഏതാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഹാർഡ്നെസ്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ടെമ്പററി ഹാർഡ്നെസ് ആൻഡ് പെർമനന്റ് ഹാർഡ്നെസ്. എന്ത് ബേസിസിലാണ് ഹാർഡ്നെസ്സിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്? ഓൺ ദ ബേസിസ് ഓഫ് പ്രസൻസ് ഓഫ് സോൾട്ട്സ്. There are two types of hardness based on the salts present, temporary and permanent. വാട്ടറിൽ ഡിസോൾവ് ചെയ്തിരിക്കുന്നത് ബൈകാർബണേറ്റ്സ് അല്ലെങ്കിൽ കാർബണേറ്റ്സ് ആണെങ്കിൽ നമ്മൾ അതിനെ ടെമ്പററി ഹാർഡ്നെസ് എന്നാണ് പറയുന്നത്. ഇനി പകരം ക്ലോറൈഡ്സോ സൾഫേറ്റ്സോ നൈട്രേറ്റ്സോ ഒക്കെയാണ് അടങ്ങിയിരിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ പെർമനന്റ് ഹാർഡ്നെസ് എന്ന് വിളിക്കുന്നു. സോ ടെമ്പററി ഹാർഡ്നെസ് ഉണ്ടാവുന്നത് ബൈകാർബണേറ്റ്സിന്റെ പ്രസൻസ് കൊണ്ടാണ്. സോ ഇറ്റ് ഇസ് നോൺ ആസ് കാർബണേറ്റ് ഹാർഡ്നെസ്. ടെമ്പററി ഹാർഡ്നെസ്സിന്റെ സോഴ്സ് എന്താണ്? ബൈകാർബണേറ്റ്സ്. അതുകൊണ്ട് തന്നെ ടെമ്പററി ഹാർഡ്നെസ്സിനെ കാർബണേറ്റ് ഹാർഡ്നെസ് എന്നും പറയുന്നു. നെക്സ്റ്റ് പെർമനന്റ് ഹാർഡ്നെസ്. പെർമനന്റ് ഹാർഡ്നെസ്സിന് കാരണം ക്ലോറൈഡ്സും സൾഫേറ്റ്സും ഒക്കെയാണ്. അതായത് ബൈകാർബണേറ്റ്സ് അല്ലെങ്കിൽ കാർബണേറ്റ്സ് അല്ലാത്ത മറ്റുള്ള അയോൺസിന്റെ പ്രസൻസ് കൊണ്ടാണ് പെർമനന്റ് ഹാർഡ്നെസ് ഉണ്ടാവുന്നത്. And it is known as non-carbonate hardness. രണ്ട് ടൈപ്പ് ഹാർഡ്നെസ്സിനെ പറ്റിയും എങ്ങനെയൊക്കെയാണ് ഈ രണ്ട് ടൈപ്പ് ഹാർഡ്നെസ്സും റിമൂവ് ചെയ്ത് വാട്ടറിനെ സോഫ്റ്റ് ആക്കുക എന്നും നമുക്ക് നോക്കാറുണ്ട്. ആദ്യം ടെമ്പററി ഹാർഡ്നെസ്. നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ടെമ്പററി ഹാർഡ്നെസ് is due to the presence of dissolved bicarbonates of calcium and magnesium. And temporary hardness is also known as carbonate hardness. ഇതിനെ ടെമ്പററി എന്ന് വിളിക്കാൻ കാരണം നമുക്ക് ഈസിലി ബോയിൽ ചെയ്തുകൊണ്ട് ഈ ഒരു ഹാർഡ്നെസ് മാറ്റാൻ കഴിയും. എന്താണ് പറഞ്ഞത്? ടെമ്പററി ഹാർഡ്നെസ് ക്യാൻ ബി ഈസിലി റിമൂവ്ഡ് ബൈ ബോയിലിംഗ്. ബോയിൽ ചെയ്തു കഴിഞ്ഞാൽ ടെമ്പററി ഹാർഡ്നെസ് മാറിക്കിട്ടും. ബോയിലിംഗ് മാത്രമല്ല, വേറൊരു മെത്തേഡും കൂടി ഉണ്ട്. എന്തായാലും ടെമ്പററി ഹാർഡ്നെസ് റിമൂവ് ചെയ്യാൻ ഈസിയാണ്. അതുകൊണ്ടാണ് ടെമ്പററി എന്ന് നമ്മൾ പറയുന്നത്. സോ ഹൗ ടു റിമൂവ് ടെമ്പററി ഹാർഡ്നെസ്? ഫസ്റ്റ് മെത്തേഡ് ഇസ് സിംപ്ലി ബോയിലിംഗ്. ബോയിൽ ചെയ്യുമ്പോൾ ടെമ്പററി ഹാർഡ്നെസ്സിന് കാരണമായിട്ടുള്ള ബൈകാർബണേറ്റ്സ് ഡീകമ്പോസ് ചെയ്ത് കാർബണേറ്റ്സും ഹൈഡ്രോക്സൈഡ്സുമായിട്ട് മാറും. ഇത് രണ്ടും ഇൻസോല്യൂബിൾ ആണ്. സോ നമുക്ക് വാട്ടറിൽ നിന്ന് അതിനെ ഫിൽട്ടർ ചെയ്തെടുക്കാൻ കഴിയും. When we boil hard water, soluble bicarbonates get decomposed into insoluble carbonates and hydroxides. Insoluble carbonates and hydroxides. It is easy to filter off these insoluble masses. അങ്ങനെ നമുക്ക് ടെമ്പററി ഹാർഡ്നെസ് റിമൂവ് ചെയ്യാൻ കഴിയും. ഇവിടെ നടക്കുന്ന റിയാക്ഷൻ എന്താണ്? ഫോർ എക്സാമ്പിൾ, കാൽഷ്യം ബൈകാർബണേറ്റ് ഉള്ള ഹാർഡ് വാട്ടർ എടുക്കുന്നു. അതിനെ നമ്മൾ ബോയിൽ ചെയ്യുമ്പോൾ ഈ ഒരു കാൽഷ്യം ബൈകാർബണേറ്റ് ഡീകമ്പോസ് ചെയ്ത് കാൽഷ്യം കാർബണേറ്റ്, H2CO3 ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് ഡീകമ്പോസ് ചെയ്യും. കാൽഷ്യം കാർബണേറ്റ് എന്താണ്? ഇൻസോല്യൂബിൾ പ്രസിപ്പിറ്റേറ്റ് ആണ്. അത് ഹാർഡ് വാട്ടറിന്റെ അടിയിലേക്ക് അങ്ങോട്ട് സെറ്റിൽ ആവും. അപ്പോൾ നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാൻ കഴിയും. ഹാർഡ്നെസ്സും മാറിക്കിട്ടും. ഇനി കാൽഷ്യത്തിന് പകരം മഗ്നീഷ്യം ബൈകാർബണേറ്റ് ആണ് പ്രസന്റ് ആയിരിക്കുന്നതെങ്കിലും സിമിലർ റിയാക്ഷൻ ആണ് നടക്കുന്നത്. ബോയിൽ ചെയ്യുമ്പോൾ മഗ്നീഷ്യം ബൈകാർബണേറ്റ് ഡീകമ്പോസ് ചെയ്ത് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആയിട്ട് മാറുന്നു, വിച്ച് ഇസ് ഇൻസോല്യൂബിൾ ആൻഡ് വി ക്യാൻ ഫിൽട്ടർ ഇറ്റ്.